നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് എന്ന് പറഞ്ഞ തമിഴ് കൊമേഴ്ഷ്യൽ മാസ് ഡിവോഷണൽ സിനിമയുടെ റിലീസ് നീണ്ടുപോവുകയാണ്. മെയ് മാസം 1-ാം തീയതിയിലോട്ട് പോവുകയാണ്. ആദ്യം കേൾക്കാൻ സാധിച്ച ഏപ്രിൽ വരുമെന്നാണ്. ഇപ്പോൾ മെയ് മാസത്തോട്ട് പോവുകയാണ്. മെയ് മാസം 1-ാം തീയതി. അത് മാത്രമല്ല ഈ ഒരു സിനിമയിൽ നമ്മുടെ തൃഷ, സൂര്യ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. നല്ലൊരു കാസ്റ്റ് ഉണ്ട്. പിന്നെ സായബേങ്കറാണ് മ്യൂസിക്. അതുകൊണ്ട് തന്നെ സിനിമയുടെ OTT റൈറ്റ്സിന് ഇപ്പം നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. നിലവിൽ സിനിമയുടെ OTT റൈറ്റ്സ് മേടിക്കാനായിട്ട് നെറ്റ്ഫ്ലിക്സ് C5 ആണ് വന്നിരിക്കുന്നത്. കേൾക്കാൻ സാധിക്കും 2 പേരിൽ ഒരാൾ എന്തായാലും പടത്തിന്റെ OTT റൈറ്റ്സ് മേടിക്കും. 2 OTT സ്ട്രീമേഴ്സും പടം കണ്ടു എന്നാണ് പറഞ്ഞത്. 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ്. എന്തായാലും നല്ലൊരു പ്രൈസിന് എന്തായാലും ഈ 2 OTT പ്ലാറ്റ്ഫോംസിൽ ഒരാൾ എന്തായാലും ലോക്ക് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഉടൻ തന്നെ അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കും നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പൃഥ്വിരാജ് അതുപോലെ തന്നെ മഞ്ജു വാര്യർ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. 2 പേരും ഒരു ഹൊറർ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാൻ പോവുകയാണ്. അതും നമ്മുടെ സംവിധായകനായ ബ്രഹ്മയുഗം ഡൈസറ ഭൂതകാലം സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ രാഹുൽ സദാശിവനായിട്ടായിരിക്കും സിനിമ വരാൻ പോകുന്നത്. നമ്മുടെ ഭൂതകാലം ഡൈസറ യൂണിവേഴ്സിലോട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിലവിൽ പുള്ളിക്കാരൻ 2 സിനിമകളും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡൈസറ സിനിമയിലൂടെ. എന്തായാലും വരാൻ പോകുന്ന ഒരു ഹൊറർ സിനിമ തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് മഞ്ജു വാര്യർ സിനിമ, നമ്മുടെ രാഹുൽ സദാശിവൻ ഡയറക്ഷൻ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ നിതേഷ് സഹദേവന്റെ മമ്മൂക്ക സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെയാണ്. അത് മാത്രമല്ല സിനിമയുടെ നീണ്ടൊരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സെറ്റ് അതുപോലെ തന്നെ വലിയ രീതിയിലാണ് സിനിമയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരേ സമയത്ത് സിനിമയിലെ ഒരു ഫീമെയിൽ യങ് ക്യാരക്ടറിനെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂട്ടബിൾ ആയ ഒരു ഫീമെയിൽ യങ് ക്യാരക്ടറിന് സിനിമയുടെ ടീം. നിലവിലെ ഒരു ക്രൂഷ്യൽ റോളാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന കഥാപാത്രം ചെയ്യാൻ പോകുന്നത്. എന്തായാലും സിനിമയിലെ വലിയൊരു വഴിത്തിരിവായ ഒരു ക്യാരക്ടറാണ്. എന്തായാലും സിനിമയുടെ കഥയെ കുറിച്ച് നിലവിലൊരു അപ്ഡേറ്റും ഇല്ല. എന്തായാലും ഒരു ഫീമെയിൽ യങ് ക്യാരക്ടർ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അജിത് അണ്ണന്റെ 64ാമത്തെ സിനിമയാണ്. സിനിമ നമ്മുടെ അതിക് രവിചന്ദ്രനാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. നിർമ്മിക്കാൻ പോകുന്ന അനിൽ സുൻകറയാണ് നമ്മുടെ AK എന്റർടൈൻമെന്റ്സ്. പടത്തിന്റെ ഷൂട്ടിംഗ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അജിത് അണ്ണൻ നിലവിൽ ഈ റേസിംഗിന്റെ കാര്യത്തിൽ തിരക്കിലാണ്. എന്തായാലും മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. നമ്മുടെ ജയ് അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെണ്ണിയാറൻമൂട് എന്നിവർ അഭിനയിക്കുന്ന പുതിയൊരു തമിഴ് സിനിമയാണ് ടെക്സില എന്ന് പറഞ്ഞ സിനിമ. യുവ ശങ്കർ രാജാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. സിനിമയുടെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നു ഒഫീഷ്യലായിട്ട്. നമ്മുടെ ഐശ്വര്യ രജനികാന്താണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ട് നമ്മുടെ സുരാജ് വെണ്ണിയാറൻമൂടിനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നിലവിലെ സിനിമയുടെ പൂജ കംപ്ലീറ്റ് ആയതാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജയസൂര്യയുടെ വരാൻ പോകുന്ന ഒരു സിനിമയാണ്. ആടിന് ശേഷം വരാൻ പോകുന്ന കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ VFXും CG വർക്കൊക്കെ വലിയ രീതിയിലാണ് നടക്കുന്നത്. എന്തായാലും പടത്തിന്റെ റിലീസ് അപ്ഡേറ്റ് കേൾക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന മെയ് മാസം 27-ാം തീയതിയാണ്, ബക്രീദ് സ്പെഷ്യലായിട്ട്. എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പടത്തിന്റെ റിലീസ് മെയ് മാസം 27-ാം തീയതി. ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും വന്നിട്ടില്ല. എന്തായാലും ഇതൊരു സോഴ്സ് അപ്ഡേറ്റ് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് സൂര്യണ്ണന്റെ 47-ാമത്തെ സിനിമേന്റെ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ഭാഗത്ത് ടൈറ്റിൽ പ്രൊമോ വീഡിയോ ഈ വരുന്ന ജൂലൈ 23-ാം തീയതി നമ്മുടെ സൂര്യണ്ണന്റെ പിറന്നാൾ ദിനത്തിന് അന്ന് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും സൂര്യ 47 നമ്മുടെ ജിത്തു മാധവനാണ് സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഹറാം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. നമ്മുടെ ജ്യോതിക സൂര്യ എന്നിവർ അഭിനയിക്കുന്ന സിനിമ. നിലവിലെ സിനിമയിൽ നമ്മുടെ നസ്രിയ സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സെറ്റിലോട്ട്. സുഷിൻ ശ്യാമൊക്കെയാണ് മ്യൂസിക്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ സിനിമേന്റെ തന്നെയാണ്. പടത്തിന് കേരളത്തിൽ ഇപ്രാവശ്യം നല്ലൊരു വരവേൽപ്പാണ് വരാൻ പോകുന്ന സിനിമയുടെ 2ാം ഭാഗത്തിന്. ഈവൻ സിനിമയുടെ ട്രെയിലർ വലിയൊരു എക്സ്പെക്ടേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല അടിപൊളി ഡബ്ബിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 230-ലധികം സ്ക്രീൻസ് ആണ് വരാൻ പോകുന്നത് മാർച്ച് മാസം 19-ാം തീയതി. അത് മാത്രമല്ല കൊച്ചി അതുപോലെ സിറ്റീസിലൊക്കെ സിനിമയ്ക്ക് പെയ്ഡ് പ്രീമിയർ ഷോസും വരുന്നുണ്ട് മാർച്ച് 18-ാം തീയതി. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നല്ല ബുക്കിംഗ് കാണുന്നുണ്ട് കേരളത്തിൽ. എന്തായാലും മറ്റൊരു KGF ലെവല് ഹോളം ഉണ്ടാക്കാൻ സാധിക്കുന്ന സിനിമ തന്നെയാണ് ബോളിവുഡ് ദുരന്തർ 2 എന്ന് പറഞ്ഞ സിനിമ. ട്രെയിലർ കണ്ടുവരുന്നതിലും മറക്കാതെ ട്രെയിലറിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. നമ്മുടെ വിനീത് ശ്രീനിവാസൻ അതുപോലെ തന്നെ ബേസിൽ ജോസഫ് അതുപോലെ തന്നെ ടൊവിനോ തോമസ് എന്നിവർ അഭിനയിക്കുന്ന സിനിമയാണ് അതിരടി എന്ന് പറഞ്ഞ സിനിമ. സിനിമയിലെ വിനീത് ശ്രീനിവാസൻ ഡബ്ബിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സിനിമയിൽ. എന്തായാലും അതിന്റെ ഭാഗമായിട്ടൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു സെൽഫി കാണാൻ സാധിക്കുന്ന സിനിമ ടീമിന്റെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് വാഴ 2 സിനിമേന്റെയാണ്. പടത്തിന്റെ 2ാമത്തെ ലുക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതിയാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ലാലിന്റെ ദൃശ്യം സിനിമേന്റെ 3-ാം ഭാഗത്തിലൂടെ ക്ലാഷ് റിലീസ്. ഹാഷിർ, അലന് അതുപോലെ തന്നെ അജിൻ, വിനായക്, അൽഫോൺസ് പുത്രൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കാസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. വിപിൻ ദാസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ സിവൻ SA ആണ്. വാഴ സിനിമയുടെ അതേ ഡയറക്ടർ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വാഴ 2 എന്ന സിനിമേന്റെ റിലീസിനായിട്ടും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ടും.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടന്റെ 366ാമത് സിനിമേന്റെ ഭാഗത്ത് നിന്ന് ഒരു ലീക്കായ ഒരു ലുക്ക് വന്നിരിക്കുകയാണ്. നിലവിലെ സിനിമയിലെ ലുക്കൊക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് സിനിമയുടെ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഒഫീഷ്യലായിട്ടല്ല അൺഒഫീഷ്യലായിട്ട് നമ്മുടെ ലാലേട്ടന്റെ 366ാമത് സിനിമ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പോലീസ് വേഷത്തിൽ വരുന്ന നമ്മുടെ തരുൺ മൂർത്തി സിനിമേന്റെ ഒരു ലുക്ക് ലീക്ക് ആയിരിക്കുകയാണ്. എന്തായാലും തരുൺ മൂർത്തിന്റെ സിനിമയിൽ അദ്ദേഹം പോലീസ് മാത്രമല്ല മുണ്ടൊക്കെ മടക്കി ഒരു മാസ് ക്യാരക്ടറും കാണാൻ സാധിക്കുന്നതെന്നാണ് ഈ പോസ്റ്ററിലൂടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ആൽഫ സിനിമേന്റെ തന്നെയാണ്. പുതിയൊരു സിനിമയ്ക്ക് അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. സിനിമ ഈ വർഷം ജൂലൈ 10 റിലീസ്. ആലിയ ഭട്ട്, അതുപോലെ തന്നെ അനിൽ കപൂർ, ബോബി ഡിയോളൊക്കെയാണ് സിനിമയിൽ കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഡയറക്ഷൻ നമ്മുടെ ശിവ റവാളിയാണ്. ദ റെയിൽവേ മാൻ എന്ന സിനിമയുടെ സംവിധായകനാണ്. എന്തായാലും ഇതൊരു YRF സ്പൈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന സിനിമയായിരിക്കും. നമ്മുടെ യാഷ്, ബാക്കി ഫുൾ ഫോം അറിയത്തില്ല, ആ ഒരു യൂണിവേഴ്സിലോട്ട് വരുന്ന സിനിമയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സമന്തയുടെ ഏറ്റവും പുതിയ സിനിമയായ മൾട്ടിനി ബഗരം എന്ന് പറഞ്ഞ സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മെയ് മാസമാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, മെയ് 15. എന്തായാലും പടത്തിൽ മ്യൂസിക് നമ്മുടെ സന്തോഷ് നാരായണാണ്. പിസ സിനിമയിലെ മ്യൂസിക് സംവിധായകൻ, അല്ലെങ്കിൽ നമ്മുടെ കൽക്കി സിനിമയിലെ മ്യൂസിക് ഡയറക്ഷൻ നമ്മുടെ നന്ദിനി റെഡ്ഡിയാണ് ചെയ്യാൻ പോകുന്നത്. ഓ ബേബി സിനിമയിലെ സംവിധായകൻ. എന്തായാലും നമ്മുടെ സമന്ത അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിലോട്ട് വരാൻ പോവുകയാണ്. മൾട്ടി ബംഗറാം എന്ന് പറഞ്ഞ അന്യഭാഷ സിനിമയിലെ. അടുത്ത അപ്ഡേറ്റ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ സിനിമേന്റെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കും. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ച് ലാസ്റ്റ് കംപ്ലീറ്റ് ആവുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദിലാണ്. മാർച്ച് മാസം 20 ഹൈദരാബാദ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന ഓണം പ്രമാണിച്ചാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട് ദുൽഖർ സൽമാൻ ഐ ആം ഗെയിം. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.